സാർ, ഇപ്പോൾ കേരളത്തിൽ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് ബിസിനസ്സുകൾ വളർന്നു വരുന്നു, ഒരു വലിയ മത്സരം തന്നെ നടക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളുടെ ഒരു ബ്രാൻഡിനെ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ഓണറും അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടറും ഒരു വിസിബിൾ പേഴ്സൺ ആയിട്ട് മാറേണ്ട സാഹചര്യമാണ്. അതായത് ഒരു ബിസിനസ് ഓണർ ഒരു ബ്രാൻഡായി മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡും തനിയെ വളർന്നുകൊള്ളും എന്നുള്ള പോളിസിയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? നമ്മൾ അത് നോക്കുമ്പോഴേ ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം സോഷ്യൽ പ്രൂഫ് എന്ന് പറയും. നമ്മളൊരു സംഭവത്തെക്കുറിച്ച് ഇപ്പം ഞാൻ എൻ്റെ വെബ്സൈറ്റിനകത്ത് എന്നെക്കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റ് വെബ്സൈറ്റുകളിൽ നിന്ന് മറ്റ് ആൾക്കാർ എന്ത് പറയുന്നു, മറ്റ് റെക്കഗ്നേഷൻസ് എന്തൊക്കെയുണ്ട്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് വരുന്ന ഒരു സംഭവം. അതെ അതെ. അപ്പം സാധാരണ ഇതിൽ നമുക്കിപ്പോൾ ബിസിനസ്സുകാർക്ക് ഒരുപാട് അവാർഡ് കിട്ടുന്ന കാണാമല്ലോ. അതെ അതെ. അപ്പോൾ ഈ അവാർഡ് കിട്ടുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ അവാർഡിനെ കുറിച്ച് ഈ അവാർഡൊന്നും കിട്ടിയിട്ടില്ലാത്ത ആൾക്കാർക്ക് ഒരു പുച്ഛമാണ്. അതേസമയത്ത് ഈ അവാർഡ് കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് മൈക്രോസ്കോപ്പിക്കായിട്ട് അയാളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ചില അവാർഡ് ദാന ചടങ്ങിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മറുപടി പ്രസംഗത്തിലൊക്കെ വരുമ്പോഴത്തേക്കും തൊണ്ട ഇടറിയാണ് അവർ പറയുന്നത്. അതെ അതെ. അപ്പം അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകാരന് എങ്ങൊന്നും സപ്പോർട്ടില്ല. ഭാര്യ സപ്പോർട്ടില്ല, ഭാര്യ വീട്ടുകാരില്ല, അപ്പൻ അമ്മ കുടുംബത്തിൽ നിന്നില്ല. പറയുന്നത് നീ എന്തെങ്കിലും ജോലിക്ക് പോകും എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ധിക്കരിച്ച് അവരെ പിണക്കിക്കൊണ്ടാണ് മിക്കവാറും പേര് ബിസിനസ് ഇറങ്ങുന്നത്. ഇനി അഥവാ ഇവർ സമ്മതിച്ചാലും തന്നെ ഈ മനസ്സില്ലാ മനസ്സോടെ ഇല്ല പകുതി മനസ്സോടെയൊക്കെയാണ് വീട്ടുകാരുടെ സപ്പോർട്ട് കിട്ടുന്നത്. നിവൃത്തിയില്ലാത്തത് കിട്ടുന്നതാണ്. പക്ഷേ അവർക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടുന്നു എന്ന് കാണുമ്പോഴത്തേക്കും അവർക്കൊരു ഫീലിങ്. അപ്പോൾ ഈ ബന്ധുക്കൾക്കും സ്വന്തം ആൾക്കാർക്കൊക്കെ ഇയാൾ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുക, അവർ അവാർഡൊക്കെ കിട്ടിയല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഈ പുറത്ത് കാണുന്ന കഴിഞ്ഞും കൂടുതൽ അതിൻ്റെ പ്രത്യാഘാതം വീടിനകത്ത് ഭയങ്കരമാണ്. പിന്നെ പാർട്ടിക്കുലർലി മക്കൾക്ക് ഈ അവാർഡൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ അവർ കൊച്ചു മനസ്സിൽ തന്നെ എനിക്കും അവാർഡ് വാങ്ങിക്കണം എന്നുള്ളൊരു, അപ്പോൾ അതിൻ്റെ വീഡിയോയൊക്കെ അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് എൻ്റെ അച്ഛന് അവാർഡ് കിട്ടി, അമ്മയ്ക്ക് അവാർഡ് കിട്ടി. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് അതിൻ്റെതായ ഒരു ഇതുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എയർലൈൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ അവാർഡ് വിന്നിങ് സർവീസ് എന്ന് പറഞ്ഞാൽ അവരെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ്. പല സർവീസ് മേഖലകളും ബാങ്കുകളൊക്കെ ഞങ്ങൾ അവാർഡ് വിന്നിങ് സർവീസാണെന്ന് പറയുന്നത്. അപ്പോൾ സം സോർട്ട് ഓഫ് റെക്കഗ്നേഷൻ അത് തീർച്ചയായിട്ടും നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വളരെ ആവശ്യമാണ്. പിന്നെ അതുകൂടാതെ അതിനെ ഒരിക്കൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വീഡിയോ, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫോട്ടോസ്, പിന്നെ നമുക്ക് അതിലൊരു സ്ട്രോങ് ആയിട്ടൊരു മെസ്സേജ് ഇവർക്ക് പറയാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും ഈ ബിസിനസ്സിനകത്ത് പിന്നെ ഈ അവാർഡ് ജേതാക്കളൊക്കെ വന്നിട്ട് പറയുന്നത് അവരുടെ കഥ പറയും. ഒരിക്കലും അത് പറയരുത്. അത് കേൾക്കാൻ ഓഡിയൻസ് ഇല്ല. എന്തായാലും ഇവർ വിഷമത്തിൽ കൂടെ വന്നെന്നുള്ളത് അവർക്ക് നമുക്ക് എല്ലാം അറിയാം. അപ്പം പിന്നെ അവരെങ്ങനെ നടത്തുന്നു, എന്ത് വിജയമാണ് അവർക്ക്, വാട്ട് ദേ ക്യാൻ ഗീവ് ടു ദ സൊസൈറ്റി, എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് ഇത് പറ്റും. പിന്നെ അതുപോലെ തന്നെ അവാർഡ് വാങ്ങിക്കുന്ന ആൾക്കാർ പലപ്പോഴും പറയാറുണ്ട് ഈ അവാർഡ് എനിക്കുള്ളതല്ല, എൻ്റെ ടീമിനുള്ളതാണ്. അപ്പോൾ ആ ടീമും വളരെ പ്രൗഡായി അവർക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ ഉത്തേജനമായി. അപ്പോൾ നമുക്ക് ഓഫീസ് സ്റ്റാഫ് ഇപ്പോൾ ഒരു 12 പേരോ 20 പേരോ ഉണ്ടെങ്കിൽ മക്കളെ പോലെ തന്നെ വീട് പോലെ തന്നെ അവർക്കും ഞങ്ങൾ ചെയ്യുന്നതിനൊരു റെക്കഗ്നേഷൻ ഉണ്ട്. സാറിന് ഇല്ലെങ്കിൽ നമ്മുടെ മുതലാളിക്കൊരു റെക്കഗ്നേഷൻ കിട്ടിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ അവാർഡ് കിട്ടാത്തവരിതിങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ്റെ ഡീപ്പസ്റ്റ് ഡിസയർ, ഒരുപാട് ഡിസയർ മനുഷ്യനുണ്ട്, അതിൻ്റെ ഡീപ്പസ്റ്റ് ഡിസയർ ഫോർ എ ഹ്യൂമൻ ബീയിങ് ഈസ് ഗെറ്റിംഗ് അപ്രിസിയേഷൻ, റെക്കഗ്നിഷൻ. അപ്പോൾ ഈ അപ്രിസിയേഷൻ ഇത് പിന്നെ പോസിറ്റീവ് സൈക്കോളജിയുടെ പിതാവ് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞ വാക്കുകളല്ല. അപ്പോൾ എപ്പോഴും നമുക്ക് പിന്നെ അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട്. പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുള്ളവർക്കൊരു അത് കഴിഞ്ഞ ചെറിയ അവാർഡ് കിട്ടുമ്പോഴത്തേക്കും വലിയ താല്പര്യം കാണത്തില്ല. ഇപ്പോൾ ഞാനൊക്കെയാണ് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു അവാർഡിനെക്കുറിച്ച് ഒന്നിനെക്കുറിച്ച് എൻ്റെ ഇതിനകത്തൊന്നും വരാറില്ല. കാരണം നമ്മൾ വി ഷുഡ് ബി അബോവ് ദാറ്റ്. പക്ഷെ ഒരു അവാർഡും കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര ചെറിയ അവാർഡ് പോലും അവരെ ഒന്ന് വലിയ രീതിയിൽ അവരെ മൂവ് ചെയ്യിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഇത് വ്യക്തമായ പേഴ്സണൽ ബ്രാൻഡിങ്. പിന്നെ ഈ ഓരോ ബിസിനസ്സിനും അതിൻ്റെ ക്വാളിറ്റി. ഇപ്പം പിന്നെ പ്രചോദനം ചോദിച്ചതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കോമ്പറ്റീഷന് നിൽക്കുമ്പോൾ ഇപ്പോൾ കോമ്പറ്റീഷന് പുറത്തേക്ക് വരാനായിട്ട് ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ തന്നെ നമ്മുടെ ഫുഡ് അവിടെ കൊടുക്കുന്നത് യുണീക്കായാൽ മതി. വേറെ ഒരിടത്തും ഇല്ലാത്തതുപോലെ എന്തെങ്കിലും എലമെൻറ്റ്സ് ആഡ് ചെയ്ത് ആ ക്വാളിറ്റി പുലർത്തി കഴിഞ്ഞാൽ
ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കോസ്റ്റ് ആൾക്കാർക്ക് വലിയ പ്രശ്നമല്ല. ഏത് സർവീസ് ഏത് സാധനത്തിൻ്റെയും കോസ്റ്റ് അല്ല അവരെ സംബന്ധിച്ചിടത്തോളം. ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതെ, നമുക്കറിയാമല്ലോ, ഒരു ഐഫോണിൻ്റെ വിലയ്ക്ക് നമുക്ക് 10 ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ എന്നാലും ഐഫോണിന് ഒരു ഇന്നോവേഷൻസും ഇല്ലാഞ്ഞിട്ട് പോലും ആൾക്കാർ ക്യൂ നിന്ന് അത് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും അത് വാങ്ങിക്കുന്നതിൻ്റെ കാരണം എന്താ? അതിൻ്റെ ക്വാളിറ്റിയിലാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ ക്വാളിറ്റി ആക്കുക, പിന്നെ ആ ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ ക്വാളിറ്റി ഉണ്ടെന്ന് അത് പുറത്തിട്ട് അറിയണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിന് നമുക്ക് ഈ ബ്രാൻഡിങ്ങും പേഴ്സണൽ ബ്രാൻഡിങ്ങും എക്സ്പോഷറും, അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ അവാർഡ് കൊടുത്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വെബ്സൈറ്റിലോ ഇല്ല നിങ്ങളുടെ പറയുമ്പോൾ ആൾക്കാർക്ക് അത് വലിയ ഇമ്പോർട്ടൻസാണ്. അവർ പറഞ്ഞ അത്രയും വലിയ, അവർ ഈ പറഞ്ഞതുപോലെ എന്തുവാണ് വലിയ തള്ളാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. അപ്പോൾ ഇതൊരു നല്ല രീതിയാണ്. അങ്ങനെ ശരിക്കും ബ്രാൻഡ് ചെയ്യണം. ബ്രാൻഡിങ് ഒരു വലിയ സബ്ജക്റ്റാണ്. എല്ലാ പ്രസ്ഥാനങ്ങളും വലുതായിട്ടുള്ളത് ബ്രാൻഡിങ്ങിലാണ്. ഒരു പൊളിറ്റീഷ്യനാണെങ്കിൽ തന്നെ ആ പൊളിറ്റീഷ്യന് റെക്കഗ്നേഷൻ കിട്ടുന്നതായിട്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങാണ്. ഉറപ്പായിട്ടും അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ അറിയണ്ടേ? അപ്പോൾ ഞാൻ എൻ്റെ വേറെ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി കഴിഞ്ഞ ഇതിൽ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളൊന്നും ഈവൻ BJPക്കാർക്ക് പോലും കേരളത്തെ പറഞ്ഞ് സാധാരണ ജനങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് അറിയുന്നില്ല. അതിനെക്കുറിച്ച് പലതും വന്നിട്ടുള്ളത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ അതിനെക്കുറിച്ച് ഒരു ചർച്ച വരുന്നില്ല. എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? ഇപ്പോൾ ഈ പ്രായമായവർക്കൊക്കെ ഇൻഷുറൻസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുതിച്ചുചാട്ടം അല്ലേ? അവരല്ലേ ഏറ്റവും കൂടുതൽ പിന്നെ ഈ പ്രശ്നത്തിൽ പൈസയില്ല, നിവൃത്തിയില്ല. അവർക്കൊക്കെ ഒരു സംഭവം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ എന്തെല്ലാം റെസിസ്റ്റൻസ് നേരിട്ടുകൊണ്ടായിരിക്കും ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് എടുത്തു പറയാവുന്ന പ്രോജക്റ്റുകളുണ്ട്. പക്ഷേ ആരും പറയുന്നില്ല. ആരറിയാനാ? അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നന്നായിരുന്നാൽ മാത്രം പോരാ, എന്ത് വേണം? അറിയിക്കുകയും വേണം. ആൾക്കാരിലേക്ക് അറിയിക്കുകയും വേണം. അത് നമ്മളെപ്പോഴും നോക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. അതെ.